ഇന്ന് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? സ്പെഷ്യൽ ചമ്മന്തി, അവക്കാടോ ചമ്മന്തി. ഇത് കണ്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് സത്യത്തിൽ ചമ്മന്തി എന്നല്ല, ഇതിൻ്റെ പേര് ആക്ച്വലി പറയുന്നത് ഗൊക്കമോളി എന്നാണ് കേട്ടോ. അവക്കാടോയും ഒക്കെ കൂടി, പക്ഷെ നമ്മളിതൊരു നമ്മുടെ ഒരു ചമ്മന്തിയുടെ സ്റ്റൈലാണ് ഇത്. സംഭവം ടേസ്റ്റ് ചോറിനും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? വാ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് സവോളയും തക്കാളിയും കുക്കുംബറും ലെമണുമാണ് വേണ്ടത്. അപ്പം അവക്കാടോ നമുക്ക് പീൽ ചെയ്തെടുത്ത് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടണം. അപ്പം ഞാൻ ഫസ്റ്റ് സവോളയാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. വെള്ള സവോള എടുത്ത്, വെള്ള തന്നെ വേണമെന്നൊന്നുമില്ല, വേണ്ടവർക്ക് ചുവപ്പാണേലും എടുക്കാം. പിന്നെ നമ്മൾ കുക്കുംബർ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് അതും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പം ഇത്തിരി വെള്ളമൊക്കെ ഉള്ളത് നല്ലതാണ്, അതിനകത്ത് കളയാനൊന്നും നിൽക്കണ്ട കേട്ടോ. പിന്നെ തക്കാളിയും കൂടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. പിന്നെ അതിനകത്തേക്ക് ഒരു പുതിന വേണ്ടവർക്ക് മല്ലിയില ഇടാം കേട്ടോ. പിന്നെ ഞാനൊരു ചില്ലിയും ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടി. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ഫ്രഷ് ലൈം വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം. എനിക്കതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസാണ് ഒഴിച്ചത്. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, അത് ഇട്ട് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ ഒരപാര ടേസ്റ്റാട്ടോ ഇത്. നമ്മുടെ ശരിക്കും ചമ്മന്തി പോലെ ഇരിക്കും. ഈ അവക്കാടോ തന്നെ പ്ലെയിനായിട്ട് തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്ക് തിന്നാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിനൊത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും എനിക്കിത് തന്നെ തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്, നമുക്ക് തിന്നാനും പറ്റും. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമുക്ക് ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ അവക്കാടോയുടെ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഹെൽത്തി ഓപ്ഷനാണ്. ബ്രെഡിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ടോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടാണ്. അതുപോലെ കഴിക്കാം. ഞങ്ങൾ ചോറിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിയായിട്ട് കഴിക്കാം. ഇപ്പം നമ്മൾ കപ്പയൊക്കെ മുളക് പൊട്ടിച്ച് നമ്മൾ നാട്ടിൽ കഴിക്കില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡിപ്പായിട്ട്, എന്തിൻ്റെ സാധനത്തിൻ്റെ കൂട്ടത്തിലും ഡിപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സാധനമാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.